രാഹുൽ ഗാന്ധി ജനങ്ങളുമായിട്ട് ഇടപഴകുകയും സംവദിക്കുകയും ചെയ്യുന്ന രീതി ഒന്ന് നോക്കൂ. ഇന്ത്യയിലെ മറ്റേതെങ്കിലും നേതാവ് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? നമുക്ക് ഭാരത് ജോഡോ യാത്ര നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി നടത്തിയ 4000 കിലോമീറ്റർ യാത്ര. അതിനുശേഷം മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെ ബോംബെ വരെ നടത്തിയ അത് മുഴുവൻ കാൽനടയായിരുന്നില്ല, കാൽനടയായും വാഹനത്തിലുമായിരുന്നു. 6400 കിലോമീറ്റർ. ഈ യാത്രക്കിടയിൽ അദ്ദേഹത്തെ കാണാനെത്തിയ വലിയ ജനക്കൂട്ടത്തോട്, തടിച്ചൂടിയ ആയുധങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത്? സ്നേഹത്തോടെ, കരുണയോടെ, എമ്പതിയോടെ, അവരിൽ ഒരാളായിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പ്രായമുള്ളവരെ, സ്ത്രീകളെ, കുട്ടികളെ, ചെറുപ്പക്കാരെ, എങ്ങനെയാണ് അദ്ദേഹം അവരോടൊക്കെ ഇടപെട്ടത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ തിളങ്ങുന്ന ഒരു വശമാണ്. പിന്നീടുള്ള യാത്രകള് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം അദ്ദേഹം ബീഹാറിൽ ഒരു വോട്ടർ അധികാര യാത്ര നടത്തി. തേജസ്വി യാദവുമൊത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട്, അദ്ദേഹത്തെ കേൾക്കാനായിട്ട് തടിച്ചുകൂടിയത്. അവിടെയും ആളുകളോട് അദ്ദേഹം പെരുമാറുന്ന രീതി. ബീഹാറിലെ പ്രചാരണ രംഗത്ത് ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകളോടൊത്ത് ഒരു കുളത്തിൽ മീൻ പിടിക്കാൻ ചാടുന്ന രംഗം, അവരുടെ കൂടെ നീന്തി തുടിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണുകയാ. അതുപോലെ പാടങ്ങളിൽ ഇറങ്ങി നിന്ന് അവരോടൊപ്പം പണിയെടുക്കുന്ന രാഹുൽ ഗാന്ധി, തൊഴിൽശാലകളിൽ ജോലി ചെയ്യുന്ന രാഹുൽ ഗാന്ധി, സ്ത്രീകളോടൊപ്പം ചെലവഴിക്കുന്ന രാഹുൽ ഗാന്ധി, ഗ്രാമങ്ങളിലെ സ്ത്രീകളെ ഡൽഹിയിലെ പ്രിയങ്കയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരെ സൽക്കരിക്കുന്ന രാഹുൽ ഗാന്ധി, ഒപ്പം നടക്കാൻ പ്രയാസമുള്ള കൊച്ചുകുട്ടികളെ തോളിലേറ്റി നടത്തുന്ന രാഹുൽ ഗാന്ധി,